ബജ്രംഗ് ദളിന്റെ ഭാരവാഹി എന്ന് പറയുന്ന ആള് അവിടുത്തെ പഞ്ചായത്തിന്റെ OBC മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു. അപ്പോൾ BJPയുടെ ഭാരവാഹികളായിരുന്ന BJPയുടെ സജീവ പ്രവർത്തകരായ ആളുകൾ തന്നെയാണ് ഈ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ രണ്ടുപേരും കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അവിടുത്തെ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. അവർക്ക് അവിടെ സാമുദായിക സംഘടനാ നേതാക്കന്മാരുമായി സംസാരിക്കാനും വോട്ട് ഏകോപിപ്പിക്കാനുമുള്ള ചുമതല ഇതിന്റെ ഭാഗമായി നൽകിയിരുന്ന ആളുകളാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 3 പേരിൽ 2 പേർ, അനിൽകുമാറും സുശാസനും. ഈ വെള്ളിയാഴ്ച ഈ അതിക്രമം നടന്നതിന് ശേഷം BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പോലീസുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട്. യുവമോർച്ചയുടെ ജില്ലാ നേതാക്കന്മാർ മുഖേന ചിറ്റൂരിലെ പോലീസുമായി ബന്ധപ്പെട്ട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം BJPയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുണ്ട്. ഒരു വശത്ത് വല്ലാത്ത ക്രൈസ്തവ സ്നേഹം അഭിനയിച്ചുകൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായി കടന്നു പോവുകയും, എന്നാൽ മറുവശത്ത് ക്രൈസ്തവരെ ആക്രമിക്കാനും അവരുടെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ഒരു സ്കൂളിൽ കുട്ടികൾ വളരെ നിഷ്കളങ്കതയോടെ നടത്തിയിട്ടുള്ള ഒരു കരോളിനെ പോലും ആക്രമിക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമം, ഇത് കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. ഇരകളോടൊപ്പം ഓടുകയും അതേസമയം വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുക എന്ന സമീപനമാണ് ഇക്കാര്യത്തിൽ BJPക്കുള്ളത്. ഈ നിമിഷം വരെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ അതിക്രമത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അത് സൂചിപ്പിക്കുന്നത് തന്നെ BJPക്ക് ഇക്കാര്യത്തിൽ നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഈ ആക്രമിച്ച അക്രമത്തിന് നേതൃത്വം നൽകിയ പ്രതികളിൽ 2 പേരും BJPയുടെ മുൻ ഭാരവാഹികളും സജീവ പ്രവർത്തകരുമാണ്. 3-ൽ 2 പേരും. അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം BJPയുടെ നേതൃത്വം നടത്തിയിട്ടുണ്ട്. ഇവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഉണ്ടായിരുന്ന ആളുകളാണ്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറുമായി വളരെ അടുപ്പമുള്ള ആളുകളാണ് ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 2 പേരും. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് തട്ടാൻ വേണ്ടി സാമുദായിക സൗഹാർദ്ദം അട്ടിമറിക്കാൻ വേണ്ടി ഏറെക്കാലമായി BJP ശ്രമം നടത്തി വരികയാണ്. ക്രൈസ്തവ സഹോദരങ്ങൾക്കിടയിൽ മറ്റ് ഇതര സമുദായങ്ങളുമായി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ഒരു വശത്ത് കൂടി ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു.